കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് നിർത്താൻ സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല. വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടാകുമല്ലേ? അതറിയാം. എങ്കിൽ വേറൊന്നുകൂടി കേട്ടോ. സ്ഥാനാർത്ഥി ക്ഷാമം നേരിടുന്നത് LDFനാണ്. ഇടതു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഇത്ര പാടാണോ എന്ന് സംശയിച്ച് നിൽക്കാൻ വരട്ടെ. സംഗതി സത്യമാണ്. തിരുവനന്തപുരത്തും വയനാട്ടിലും ആരെ നിർത്തുമെന്ന കാര്യത്തിൽ അന്തവും കുന്തവുമില്ലാതെ നിൽക്കുകയാണ് CPI. ആനി രാജ തിരുവനന്തപുരത്ത് വരുമെന്ന് ആദ്യം കേട്ടു. പിന്നെ മകൾ അപരാജിതയുടെ പേര് കേട്ടു. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ഒരനക്കവുമില്ല. ബിനോയ് വിശ്വത്തിൻ്റെ പേര് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് കാനത്തിൻ്റെ വിയോഗവും പകരക്കാരനായി ബിനോയ് വിശ്വത്തിൻ്റെ നിയോഗവും. അതോടെ ആ സാധ്യതയും അടഞ്ഞു. ദാ വന്നു ദേ പോയി എന്ന് പറയുന്നതിനേക്കാൾ വേഗത്തിൽ പന്നിൻ രവീന്ദ്രൻ്റെ പേര് വന്നു മറഞ്ഞു. ആരുമില്ലെങ്കിൽ മന്ത്രി GR അനിൽ എന്ന ചർച്ച ഇടയ്ക്ക് കേട്ടിരുന്നു. കഴിഞ്ഞ തവണ പേയ്മെൻറ്റ് സീറ്റ് പരാതി വേണ്ടുവോളം കേട്ടെങ്കിലും പുറത്തുനിന്നൊരാളെ കിട്ടുമോ എന്ന് നോക്കുകയാണ് ഇപ്പോഴും. എന്നെ വിട്ടേക്ക്, വയനാട്ടിലേക്ക് ഇനി ഞാനില്ല എന്ന് കഴിഞ്ഞ തവണ മത്സരിച്ച PP സുനീർ പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു. സത്യൻ മൊകേരിയുടെ പേര് കഥകളിലുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇരുട്ടത്താണ് CPI. രാഹുൽ ഗാന്ധിയാണ് എതിരാളിയെങ്കിൽ ഒരു കൈ നോക്കാൻ PV അൻവർ റെഡിയാണെന്ന കഥ അങ്ങാടിപ്പാട്ടാണ്. ആളെ കിട്ടാനില്ലാതെ അൻവർ എങ്കിൽ അൻവർ എന്നതിലേക്ക് CPI എത്തിപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല.